ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ഈ രാജ്യത്തിന്റെ ചരിത്രം നമ്മൾ പഠിച്ചത് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നാണ്. എന്നാൽ ആ പുസ്തകങ്ങളുടെ തുന്നിക്കെട്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച അധികാരത്തിന്റെ ചോരയും ചതിയും കലർന്ന ചില സത്യങ്ങളുണ്ട്. ഒരു കുടുംബം പതിറ്റാണ്ടുകളോളം ഈ രാജ്യത്തെ എങ്ങനെ തങ്ങളുടെ വിരൽത്തുമ്പിൽ നിർത്തി? രാജ്യത്തിന്റെ വിധി നിർണയിക്കേണ്ട നിർണായക നിമിഷങ്ങളിൽ നമ്മുടെ പ്രധാനമന്ത്രിമാർ എവിടെയായിരുന്നു? വിഭജനത്തിന്റെ ചോരയൊഴുകിയ തെരുവുകളിൽ ലക്ഷക്കണക്കിന് സാധാരണക്കാർ അറുത്തുമാറ്റപ്പെടുമ്പോൾ അധികാരത്തിന്റെ ശീതള ഛായയിൽ വിദേശ വനിതയുടെ കൂടെ സുഖലോലുപതയിൽ മുഴുകിയ ഒരു നേതാവ്, രാജ്യത്തിന്റെ മണ്ണ് ശത്രുവിന് തളികയിൽ വെച്ച് നീട്ടിയ നയതന്ത്ര പരാജയങ്ങൾ, അന്തഃപുരങ്ങളിലെ അവിഹിത ബന്ധങ്ങളും രാജ്യത്തിന്റെ നയങ്ങളെ സ്വാധീനിച്ച കഥകളും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ കുടുംബമായ നെഹ്റു ഗാന്ധി കുടുംബത്തെ വിറപ്പിച്ച, അവർ നിരോധിക്കാൻ ശ്രമിച്ച, ലോകം ചർച്ച ചെയ്ത ആ 6 പുസ്തകങ്ങളെ കുറിച്ചാണ്. ഈ വീഡിയോയുടെ ഓരോ സെക്കൻഡും നിങ്ങളെ ഞെട്ടിക്കും. നിങ്ങൾ ഇതുവരെ വിശ്വസിച്ച ചരിത്രം ഒരുപക്ഷെ ഇന്ന് തിരുത്തപ്പെട്ടേക്കാം. 1947 ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ വർഷം. ഒരു വശത്ത് സ്വാതന്ത്ര്യത്തിന്റെ ആവേശം, മറുവശത്ത് വിഭജനത്തിന്റെ ഭീകരത. ഈ സമയത്താണ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭുവും ഭാര്യ എഡ്വിനയും ഡൽഹിയിൽ എത്തുന്നത്. കാതറിൻ ക്ലെമന്റ് തന്റെ എഡ്വിന ആൻഡ് നെഹ്റു എന്ന പുസ്തകത്തിലൂടെ ലോകത്തിന് മുന്നിൽ തുറന്നിട്ടത് കേവലം ഒരു പ്രണയകഥയല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ വിധി നിർണയിച്ച അവിഹിത ബന്ധത്തിന്റെ കഥയാണ്. വിഭജനത്തിന്റെ മാപ്പിൽ റാഡ്ക്ലിഫ് വരകൾ വരയ്ക്കുമ്പോൾ, പഞ്ചാബും ബംഗാളും കത്തുമ്പോൾ ജവഹർലാൽ നെഹ്റു എവിടെയായിരുന്നു? ഈ പുസ്തകം പറയുന്നത് നെഹ്റു എഡ്വിനയുടെ പ്രണയപാശത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ്. മൗണ്ട് ബാറ്റൻ പ്രഭുവിന് പോലും അറിവുള്ളതായിരുന്നു ഈ ബന്ധം. തന്റെ ഭാര്യയെ ഉപയോഗിച്ച് നെഹ്റുവിനെ സ്വാധീനിക്കാനും ബ്രിട്ടന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും മൗണ്ട് ബാറ്റൻ ശ്രമിച്ചു എന്ന് ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് മനുഷ്യർ അഭയാർത്ഥികളായി അലയുമ്പോൾ, ട്രെയിനുകളിൽ മൃതദേഹങ്ങൾ കുന്നുകൂടുമ്പോൾ നെഹ്റുവും എഡ്വിനയും തമ്മിലുള്ള കത്തുകളിൽ വികാരപരമായ വരികൾ കൈമാറുകയായിരുന്നു. ഈ വൈകാരിക ബന്ധം കശ്മീർ പ്രശ്നത്തിലടക്കം ഇന്ത്യക്ക് തിരിച്ചടിയായി തീരുമാനങ്ങൾ എടുക്കാനായി നെഹ്റുവിനെ പ്രേരിപ്പിച്ചു എന്നതാണ് സത്യം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ അവർക്ക് അനുകൂലമായ പല കാര്യങ്ങളും നേടിയെടുക്കാനായി ഈ ഹണി ട്രാപ്പ് സഹായിച്ചു എന്ന ഗൗരവകരമായ ചോദ്യമാണ് ഈ പുസ്തകം ഉയർത്തുന്നത്. ഒരു പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായ ദൗർബല്യം ഒരു രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ തകർച്ചയ്ക്ക് കാരണമായോ എന്നത് ഭാരതം ഇന്നും ചോദിക്കുന്ന ചോദ്യമാണ്. നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്നു മലയാളി കൂടിയായ എം.ഒ. മത്തായി. നെഹ്റുവിന്റെ പേഴ്സണൽ സെക്രട്ടറി എന്ന നിലയിൽ അധികാരത്തിന്റെ ഉച്ചയിൽ ഇരുന്ന വ്യക്തി. അദ്ദേഹം എഴുതിയ റെമിനിസൻസസ് ഓഫ് ദ നെഹ്റു ഏജ് എന്ന പുസ്തകം നെഹ്റു കുടുംബത്തിന്റെ മാന്യമായ മുഖംമൂടിയെല്ലാം അഴിച്ചു മാറ്റി. ഈ പുസ്തകത്തിലെ പല അധ്യായങ്ങളും പിന്നീട് സെൻസർ ചെയ്യപ്പെടുകയോ നിരോധിക്കപ്പെടുകയോ ഒക്കെ ചെയ്തിരുന്നു. എന്തായിരുന്നു അതിന് കാരണം? ഇന്ദിരാഗാന്ധിയും മത്തായിയും തമ്മിലുള്ള അത്യന്തം വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം ഇതിൽ വിവരിക്കുന്നുണ്ട്. ഇന്ദിരയുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ, അവരുടെ വിവാഹ ജീവിതത്തിലെ തകർച്ചകൾ, അതിനിടയിൽ കടന്നു വന്ന ചില ബന്ധങ്ങൾ എന്നിവയെല്ലാം മത്തായി തുറന്നെഴുതി. ഇതുകൂടാതെ നെഹ്റുവിന്റെ ജീവിതത്തിലെയും പല സ്ത്രീ ബന്ധങ്ങളെയും കുറിച്ച് മത്തായി സൂചനകൾ നൽകുന്നുണ്ട്. നെഹ്റു കുടുംബം ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ച ലളിത ജീവിതം വെറും നാടകമായിരുന്നുവെന്നും അടച്ചിട്ട മുറികൾക്കുള്ളിൽ അവർ തികച്ചും വ്യത്യസ്തരായ മനുഷ്യരായിരുന്നുവെന്നും മത്തായി ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഒരു ഭരണാധികാരിയുടെ വിശ്വസ്തൻ തന്നെ ഇത്തരത്തിൽ വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ അതിനു പിന്നിലെ സത്യം എത്രത്തോളം ഭീകരമായിരിക്കും? ഇന്ദിരാഗാന്ധിയെ അയൺ ലേഡി എന്നാണ് ലോകം വിശേഷിപ്പിക്കുന്നത്. എന്നാൽ കാതറിൻ ഫ്രാങ്ക് എഴുതിയ ഇന്ദിരയുടെ ജീവചരിത്രം വായിച്ചാൽ ആ ബിംബം ഉടയും. ഈ പുസ്തകം പ്രധാനമായും ചർച്ച ചെയ്തത് ഇന്ദിരാഗാന്ധിയും യോഗാചാര്യനായ ധീരേന്ദ്ര ബ്രഹ്മചാരിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ആരായിരുന്നു ധീരേന്ദ്ര ബ്രഹ്മചാരി? ഇന്ദിരയോട് അത്രത്തോളം സ്വാധീനമുണ്ടായിരുന്ന ഒരു യോഗി. ഇന്ദിരയുടെ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ പോലും അയാൾ ഇടപെട്ടിരുന്നു. അദ്ദേഹത്തിന് വിദേശത്ത് നിന്ന് തോക്കുകളും ആയുധങ്ങളും ഇറക്കുമതി ചെയ്യാനുള്ള അനുവാദം വരെ ഇന്ദിര നൽകിയിരുന്നു. ഇത് വെറുമൊരു ഭക്തിബന്ധമായിരുന്നില്ല, മറിച്ച് രാഷ്ട്രീയപരമായ ഒന്നായിരുന്നു. ഇങ്ങനെയാണ് കാതറിൻ ഫ്രാങ്ക് രേഖപ്പെടുത്തുന്നത്. ഇന്ത്യയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി ഇന്ദിര ഇദ്ദേഹവുമായി രഹസ്യ മീറ്റിംഗുകൾ കൂടുമായിരുന്നുവെന്നും പല വിവാദങ്ങളും ഇതിനു പിന്നെ ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഒരു സ്പിരിച്വൽ ഗുരു എങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്തു അല്ലെങ്കിൽ സ്വാധീനിച്ചു എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ വലിയ കളങ്കമാണ്. തന്റെ കുടുംബത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ നിയമവ്യവസ്ഥയെ പോലും വെല്ലുവിളിച്ച കഥകൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാം. സ്പാനിഷ് എഴുത്തുകാരനായ ജാവിയ മോറോ എഴുതിയ ദ റെഡ് സാരി എന്ന പുസ്തകം ഇന്ത്യയിൽ വലിയ വിവാദമാണ് ഉണ്ടാക്കിയത്. സോണിയാഗാന്ധിയുടെ ഇറ്റാലിയൻ വേരുകൾ മുതൽ രാജീവ് ഗാന്ധിയുടെ മരണം വരെയുള്ള സംഭവങ്ങളാണ് ഇതിന്റെ ഇതിവൃത്തം. കോൺഗ്രസ് ഈ പുസ്തകത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ഇതിന്റെ പ്രചരണം തടയാൻ കിണഞ്ഞു ശ്രമിക്കുകയും ചെയ്തു. എന്തിനെയാണ് സോണിയ ഭയപ്പെട്ടത്?
നെഹ്റു കുടുംബത്തിലേക്ക് ഒരു വിദേശ വനിത കടന്നു വന്നതിന് ശേഷം നടന്ന അസ്വാഭാവികമായ മരണങ്ങൾ, അധികാര കൈമാറ്റങ്ങൾ, ഇവയെല്ലാം ഈ പുസ്തകം വിശകലനം ചെയ്യുന്നു. സഞ്ജയ് ഗാന്ധിയുടെ മരണം, പിന്നീട് രാജീവ് ഗാന്ധിയുടെ മരണം, ഈ ദുരൂഹതകൾക്കിടയിൽ സോണിയാഗാന്ധി എങ്ങനെയാണ് ഇന്ത്യയുടെ ഏറ്റവും ശക്തിയായ വനിതയായി മാറിയത്, നെഹ്റു കുടുംബത്തിന്റെ മരുമകളായി വന്ന സോണിയ ആ കുടുംബത്തിന്റെ പാരമ്പര്യത്തെയും സ്വത്തുക്കളെയും എങ്ങനെയാണ് സ്വന്തം നിയന്ത്രണത്തിലേക്ക് ആക്കിയത്, പുസ്തകത്തിൽ പരാമർശിക്കുന്ന സോണിയയുടെ വ്യക്തിപരമായ സ്വഭാവങ്ങളും അവർക്ക് ഇറ്റാലിയൻ മാഫിയകളുമായോ വിദേശ ഏജൻസികളുമായോ ബന്ധമുണ്ടോ എന്ന നിഴൽ യുദ്ധങ്ങളും വായനക്കാരെ അമ്പരപ്പിക്കുന്നതാണ്. ഭാരതത്തിന്റെ സംസ്കാരത്തെ ഒട്ടും ഉൾക്കൊള്ളാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് ഭാരതത്തിന്റെ വിധി നിർണ്ണയിക്കാൻ പ്രാപ്തയായത് എന്ന ചോദ്യം ഈ പുസ്തകം ബാക്കി വയ്ക്കുന്നുണ്ട്. നമ്മുടെ സൈനികർ ഇന്നും അതിർത്തിയിൽ ചൈനയുമായി പോരാടുകയാണ്. ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ ഉത്തരവാദി ആരാണ്? അവതാർ സിംഗ് ഭാസിൻ എന്ന തന്റെ ഔദ്യോഗിക രേഖകൾ നിരത്തി എഴുതിയ നെഹ്റു, ടിബറ്റ് ആൻഡ് ചൈന എന്ന പുസ്തകം ഇതിന് ഉത്തരം നൽകുന്നുണ്ട്. നെഹ്റുവിന്റെ വിദേശ നയം ഒരു വലിയ പരാജയമായിരുന്നുവെന്ന് ഈ പുസ്തകം തെളിയിക്കുന്നതാണ്. 1950കളിൽ ചൈന ടിബറ്റിനെ വിഴുങ്ങിയപ്പോൾ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് സൈനിക മേധാവികൾ മുന്നറിയിപ്പ് നൽകിയിട്ടും നെഹ്റു അത് അവഗണിച്ചു. ഹിന്ദി ചീനി ഭായ് ഭായ് എന്ന വ്യാജ സങ്കല്പത്തിൽ മുഴുകിയ നെഹ്റു ചൈനയുടെ ചതി തിരിച്ചറിയാൻ പരാജയപ്പെട്ടു. അക്സായ് ചിൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ 10,000 ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈന പിടിച്ചെടുത്തപ്പോൾ അവിടെ പുല്ലുപോലും വളരില്ല എന്നായിരുന്നു നെഹ്റുവിന്റെ പാർലമെന്റിലെ മറുപടി. ഒരു ഭരണാധികാരി സ്വന്തം രാജ്യത്തിന്റെ മണ്ണിനോട് കാണിച്ച ഏറ്റവും വലിയ അവഗണനയായിരുന്നു അത്. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ ഇന്ത്യക്ക് കിട്ടുമായിരുന്ന സ്ഥിരാംഗത്വം ചൈനയ്ക്ക് നൽകാൻ ശുപാർശ ചെയ്തതും നെഹ്റു തന്നെയായിരുന്നു. ഭാരതത്തിന്റെ താല്പര്യങ്ങളെക്കാൾ തന്റെ ആഗോള ഇമേജിന് പ്രാധാന്യം നൽകിയ നെഹ്റുവിന്റെ നയതന്ത്ര വൈകല്യമാണ് ഇന്നും ഇന്ത്യയുടെ അതിർത്തികളെ അസ്ഥിരമാക്കുന്നത്. 10 വർഷം ഭാരതം ഭരിച്ചത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. ഇതാണ് ഔദ്യോഗിക രേഖകൾ നമ്മളോട് പറയുന്നത്, അല്ലെ? ഇങ്ങനെയാണ് നമ്മൾ എല്ലാവരും പഠിച്ചു വെച്ചതും. എന്നാൽ യഥാർത്ഥത്തിൽ ഭരിച്ചത് ആരായിരുന്നു? മൻമോഹൻ സിംഗിന്റെ മീഡിയ അഡ്വൈസർ ആയിരുന്ന സഞ്ജയ് ബാറു എഴുതിയ ദി ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ ഈ രഹസ്യം പുറത്തുവിട്ടതാണ്. ഭരണഘടനാപരമായ ഒരു പദവിയുമില്ലാത്ത സോണിയാഗാന്ധി എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നിയന്ത്രിച്ചത്? പ്രധാനമന്ത്രി ഒപ്പിടേണ്ട ഫയലുകൾ പോലും ആദ്യം സോണിയയുടെ വസതിയായ 10 ജൻപഥിൽ എത്തിയിരുന്നു. മൻമോഹൻ സിംഗിനെ ഒരു റബ്ബർ സ്റ്റാമ്പ് ആക്കി മാറ്റി. നെഹ്റു കുടുംബത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് സോണി ശ്രമിച്ചത്. നാഷണൽ അഡ്വൈസറി കൗൺസിൽ അഥവാ NAC എന്നൊരു സമാന്തര സർക്കാർ തന്നെ സോണി നടത്തിയിരുന്നു. അഴിമതികളുടെയും അഴിമതി വീരന്മാരുടെയും സംരക്ഷകരായി നെഹ്റു കുടുംബം മാറിയ 10 വർഷമായിരുന്നു അത്. 2G സ്കാം മുതൽ കോമൺവെൽത്ത് ഗെയിംസ് വരെ നീളുന്ന അഴിമതി പരമ്പരകൾ നടക്കുമ്പോൾ പ്രധാനമന്ത്രി നിസ്സഹായനായി നോക്കി നിൽക്കുകയായിരുന്നു. രാജ്യത്തിന്റെ പരമാധികാരം ഒരു കുടുംബത്തിന്റെ കൈകളിൽ എങ്ങനെ പണയപ്പെട്ടു എന്നതിന്റെ ജീവിക്കുന്ന രേഖയാണിത്. നമ്മൾ ഇപ്പോൾ കണ്ടത് ഇന്ത്യയുടെ ചരിത്രത്തിലെ വെറും 6 പുസ്തകങ്ങൾ മാത്രമാണ്. എന്നാൽ ഇവയോരോന്നും വിരൽ ചൂണ്ടുന്നത് ഒരു വലിയ സത്യത്തിലേക്കാണ്. നെഹ്റു മുതൽ സോണിയ വരെ നീളുന്ന ഈ ഒരു കുടുംബം ഭാരതത്തെ ഒരു ജനാധിപത്യ രാജ്യമായിട്ടല്ല, മറിച്ച് തങ്ങളുടെ സ്വകാര്യ സ്വത്തായതാണ് കണ്ടത്. അധികാരത്തിന് വേണ്ടി സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലും ബലി കൊടുക്കാനും രാജ്യത്തിന്റെ ഭൂമി ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാനും അവിഹിത ബന്ധങ്ങളിലൂടെ രാജ്യത്തിന്റെ സുരക്ഷ അപകടത്തിലാക്കാനും ഇവർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ജനാധിപത്യത്തിന്റെ മുഖം മൂടി അണിഞ്ഞ ഈ ഏകാധിപത്യത്തെ നമ്മൾ തിരിച്ചറിയണം. ചരിത്രം ഒരിക്കലും ഒളിച്ചു വെക്കാൻ കഴിയില്ല. ഈ പുസ്തകങ്ങൾ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് ഇതാണ്. സത്യം എത്ര മൂടി വെച്ചാലും അതൊരിക്കൽ പുറത്തു വരും. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്രം വരും തലമുറകളെങ്കിലും അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ ഈ വിവരങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നെഹ്റു കുടുംബത്തിന്റെ ഈ രഹസ്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മുൻപേ അറിയാമായിരുന്നു? തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും പരമാവധി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ ഞെട്ടിക്കുന്ന സത്യങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.